ഹലോ ഹായ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്യാമ്പസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധ്യവേനൽ അവധിക്ക് അടിച്ചു പൊളിക്കുക അല്ലേ? എന്നാൽ പറയൂ, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്ന് രാജ്യാന്തര അഗ്നിശമന സേനാംഗ ദിനമാണ്. വീട്ടിലോ കാട്ടിലോ വാഹനത്തിലോ ഒക്കെ തീപിടിച്ചെന്നറിഞ്ഞാൽ ആരെന്ന് പോലും അറിയാത്തവരെ രക്ഷിക്കാൻ പാഞ്ഞെത്തുന്നവരാണ് ഫയർ ഫൈറ്റേഴ്സ്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കത്തിയാളുന്ന പ്രദേശത്തെത്തി മറ്റു ജീവനുകൾ രക്ഷിക്കുന്ന ഫയർ ഫൈറ്റേഴ്സിന് ഒരു ബിഗ് സല്യൂട്ടോടെ ഹെഡ്ലൈൻസിലേക്ക്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം പാഠപുസ്തകങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കെതിരെ എതിർപ്പറിയിച്ചു കേരളം. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് കേന്ദ്ര നീക്കമെന്ന് ജനറൽ കൗൺസിൽ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പാഠഭാഗങ്ങൾ നീക്കുന്നെന്ന് കേരളം. യാത്രാ ചരക്ക് വിമാനങ്ങൾ പറപ്പിക്കാനാവശ്യമായ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിൽ ചേരാൻ സയൻസ് സ്ട്രീമിൽ +2 ജയിച്ചവർക്ക് അവസരം. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ അമേഠി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് ഫീസ് എല്ലാ വിഭാഗക്കാർക്കും 45 ലക്ഷം രൂപ. ജെഇഇ ഇല്ലാതെ IIT വിദ്യാഭ്യാസത്തിന് ബദൽ. IIT മദ്രാസിൽ ഡേറ്റാ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് ഓൺലൈൻ BS ഡിഗ്രി കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചു. ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷകൾ നൽകാം. ഇനി ക്യാമ്പസ് വിശേഷങ്ങളിൽ നിന്ന് കാണാം കാക്കനാട് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങൾ. നാട്ടിൽ തന്നെ ലോകോത്തര സർവകലാശാലകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കാക്കനാട് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. പുതിയ ലോക സൃഷ്ടിക്കായി വിദ്യാഭ്യാസം, നേതൃത്വം, സംരംഭകത്വം എന്നിവയിൽ വിസ്മയിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയെന്നതാണ് ജെയിൻ കൽപ്പിത സർവകലാശാല ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പാർക്കാണിവിടെ. ഒരുപാട് വിസ്മയങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഇതൊരു സാധാരണ ക്യാമ്പസ് അല്ല, ഒരു ഇന്ത്യൻ ഹാർവാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓക്സ്ഫോർഡ് എന്നൊക്കെ നിലയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ വിശേഷങ്ങളിലേക്കാണ്, ഇവിടുത്തെ സമ്മർ ക്യാമ്പിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പോയാലോ? സമ്മർ ക്യാമ്പിലേക്കുള്ള വഴിയിൽ ഇവിടുത്തെ പ്രത്യേകതയായ ഹൈഡ് പാർക്കിലെത്തി. ക്യാമ്പസിനുള്ളിൽ ക്രിയേറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കാനുള്ള ഈ ഇടത്തിൽ കണ്ട വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള ഒന്ന് കേട്ടാലോ? അപ്പോൾ സാധാരണ നമ്മളൊരു ക്യാമ്പസ് ചെല്ലുന്നത് പോലെയല്ല. ഇവിടെ ഇപ്പോൾ ഒരു പാർക്കുണ്ട്, പിന്നെ നമ്മൾ അകത്തൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കളർ പാറ്റേൺസും ഒക്കെയാണ്. മൊത്തത്തിൽ ഇതൊരു ക്രിയേറ്റീവ് സ്പേസ് ആണെന്നാണ് ഞങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. ജെയിനെ കുറിച്ച് നിങ്ങളെന്താ പറയണേ? ഞങ്ങൾക്കും ഇതൊരു, അതായത് ബാക്കിയുള്ള കോളേജസ് പോലെ അല്ല, ഡിഫറെൻ്റ് ആണ്. ജെയിൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ലൈക്ക് ഈ ഉള്ള യൂണിവേഴ്സിറ്റി വെച്ച് ജെയിൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും, പ്ലേസ്മെന്റ് നല്ലതാണ്. പുറത്തുള്ള എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവർ നല്ലോണം അപ്ഡേഷൻസ് ചെയ്യുന്നു. എപ്പോഴും പരിപാടിയാണ് ഇവിടെ. എൻ്റെ ഫ്രണ്ട്സ് ആയപ്പോലും ചോദിക്കും, എപ്പോഴും ഇവിടെ പരിപാടിയാണല്ലോ. ഞാൻ പറഞ്ഞു, ജെയിൻ യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ്. തിയറിയിൽ കൂടുതൽ പ്രാക്ടിക്കലി ആണ് എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളിൽ കലാകാരനോ കലാകാരിയോ ഒക്കെ ഉണ്ട്, ഒരു പാട്ടോ ഒക്കെ പാടാൻ? ആര് പാടും? എന്താ പേര്? ആദിത്യലക്ഷ്മി. കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിര് ഖുശിയാ ചൂമലോ യാരോ ലൂസറാ മർ ജാഊ യാ ജീലോ ജറാ. ഇവിടെ ഒരു സമ്മർ സ്കൂൾ നടക്കുകയാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്
ഈ സമ്മർ സ്കൂളിൽ പങ്കെടുക്കുന്നത് 50-ലേറെ വിദ്യാർത്ഥികൾ. ഏറ്റവും രസകരമായ രീതിയിലാണ് ഇവർ പല പാഠങ്ങളും പഠിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് തന്നെ ബാങ്കിങ്ങിനെ കുറിച്ചായിരുന്നു. ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം, ദ മോസ്റ്റ് ബേസിക് തിങ്സ് ദാറ്റ് എവറി വൺ ഡസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് സോ ന്യൂ ടു അസ്. നമ്മുടെ ഒരു ബിസിനസ്സുകാരനുണ്ട്. സോ ഇപ്പോൾ ബേസിക്കലി ഞങ്ങൾ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനെയുള്ള പരിപാടികളാണ്. You know how people are anxious to fill a bank form, so it was nice to learn it from here. Like എല്ലാ സ്കൂളിലും നമുക്ക് കാണിച്ചു തരും ഡെമോ, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യിക്കണത് റെയറാ. It's a completely different experience and I love it. കേരളത്തെ എങ്ങനെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവായിട്ട് എലിവേറ്റ് ചെയ്യാം എന്നൊരു വിശാലമായ ആശയത്തിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണിത്. അപ്പോൾ ആ കോൺസെപ്റ്റിനനുബന്ധിച്ച് നമ്മുടെ സ്റ്റുഡൻസിനെ, എസ്പെഷ്യലി സ്കൂളുകളിൽ നിന്നും പുറത്തു വരുന്ന കുട്ടികളെ എങ്ങനെ അതിന് പ്രിപ്പയർഡ് ആക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെ ഏർലി സ്റ്റേജിൽ അവർക്ക് കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ സമ്മർ സ്കൂൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ട് ജെയിനിൽ പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? സ്വാഭാവികം, എനിക്കും തോന്നി. ഹാഷ്മി താജ് ഇബ്രാഹിമിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു മിടുക്കനെ കണ്ടോ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വാലന്റീനോ 24ന്റെ സ്ഥിരം കുട്ടി പ്രേക്ഷകനാണ്. ആ വീഡിയോ കണ്ടുകൊണ്ട് ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് അവസാനിപ്പിക്കാം. അപ്പോൾ see you next week and say no to drugs. ദൂരദൂര മഞ്ഞപ്പാടകൾ, ആപ്പുപൂകൾ, മഞ്ഞുമലകൾ, ഈ ഭൂമിയിൽ ഒരു പാളുടെ സ്വർഗം ഉണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണെന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചതെത്തി. മനുഷ്യത്വത്തിന്റെ നടുവിൽ ഒരു പെൺകുട്ടി അനാഥമായി കിടക്കുന്ന കാഴ്ച ഒരിക്കൽ കൂടി കാണാൻ കഴിയില്ല. ആ നിശബ്ദ വേനക്ക് എന്തോരാണ്.